അധ്യായം 29 അൽ അൻകബൂത്ത്. അവതരണ പശ്ചാത്തലം. ഈ അധ്യായം അബിസീനിയൻ ഹിജ്റയുടെ അല്പം മുമ്പ് അവതരിച്ചിട്ടുണ്ടെന്ന് 56 മുതൽ 60 വരെയുള്ള സൂക്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഉള്ളടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനെ ബലപ്പെടുത്തുന്നുമുണ്ട്. കാരണം പശ്ചാത്തലത്തിൽ മുഴച്ചു കാണുന്നത് ആ ഘട്ടത്തിലെ അവസ്ഥകളാണ്. ഈ സൂറ കപടവിശ്വാസികളെ പരാമർശിക്കുന്നുണ്ട്. ഈ വസ്തുത കണക്കിലെടുത്ത് ഇതിന്റെ ആരംഭത്തിലെ 10 സൂക്തങ്ങൾ മദീനയിലും ബാക്കി മക്കയിലും അവതരിച്ചതാണെന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അനുമാനിക്കുന്നു. എന്നാൽ ഇവിടെ കപടന്മാർ എന്ന് പറയുന്നത് നിഷേധികളുടെ അക്രമങ്ങളും ശാരീരിക പീഡനവും ഭയന്ന് കപടമായ നിലപാട് സ്വീകരിച്ചവരെ കുറിച്ചാണ്. ഈ നിലക്കുള്ള കാപട്യം മക്കയിലേ ഉണ്ടായിരുന്നുള്ളൂ, മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്നതും പ്രസക്തമാണ്. ഇതുപോലെ ഈ സൂറയിൽ ഹിജ്റയ്ക്ക് ആഹ്വാനം നൽകിയിട്ടുള്ളത് പരിഗണിച്ച് മക്ക ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ അവതരിച്ച സൂറ ഇതാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് മുമ്പ് മുസ്ലിങ്ങൾ അബിസീനിയയിലേക്ക് ഹിജ്റ ചെയ്തിട്ടുണ്ട്. ഈ നിഗമനങ്ങളൊന്നും ഏതെങ്കിലും നിവേദനങ്ങളെ ആസ്പദിച്ചിട്ടുള്ളതല്ല, ഉള്ളടക്കം വിലയിരുത്തി രൂപവൽക്കരിക്കപ്പെട്ടതാണ്. പക്ഷേ ഉള്ളടക്കത്തെ സമഗ്രമായി വീക്ഷിക്കുമ്പോൾ മക്ക ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെ സാഹചര്യങ്ങളല്ല തെളിഞ്ഞു കാണുന്നത്, മറിച്ച് അബിസീനിയൻ ഹിജ്റ ഘട്ടത്തിലെ സാഹചര്യങ്ങളാണ്.